ഓമനേച്ചിയും കർണാടകത്തിന് ബസ് വന്നിട്ടാകുമ്പോ നമ്മള് ഇത് ഭയങ്കര അതേപോലെ കർണാടകക്കാർ പറഞ്ഞു കേരളക്കാർ പറഞ്ഞു ഇന്ന് നല്ല പൈസ പറയും ഒരാളില്ല പൈസ അടിച്ചു വരുന്നതിന്. ഹലോ ഗൈസ് കേട്ടോ മുകളിൽ പോണം ഒരു അമ്പലമുണ്ട്. അങ്ങോട്ടുണ്ട് ബാവട്ടെ എത്ര പൈസ ഇടാ കാണാനുണ്ടല്ലേ കർണാടക ഹലോ ഗൈസ് നമ്മളിപ്പോൾ കർണാടക ഗാർഡനിലാണ് ഉള്ളത്. സ്റ്റാഫ് മുഴുവൻ ഇവിടെ ഉണ്ട് കേട്ടോ. വിസ്മയ പാർക്ക് നമ്മൾ ഇന്നലെയല്ലടാ നമ്മൾ വിട്ടത്. ഇന്നലെ രാത്രി 9 മണിക്കാണ് കേട്ടോ നമ്മൾ പാർക്കിൽ നിന്ന് വിട്ടത്. നമ്മൾ വെളുപ്പിനെ റൂമിലെത്തി. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്ന ഗാർഡൻ്റെ ഉള്ളിലത്തെ. ഞാനങ്ങനെ കർണാടക ഗാർഡനിനകത്ത് എന്നുള്ളത് നമ്മൾ ഊട്ടിയിലേക്ക് വിസ്മയ പാർക്കിൽ നിന്ന് വന്ന് അപ്പോൾ ഊട്ടിയിൽ നിന്ന് നമ്മൾ രാവിലെ ഊട്ടിയിലേക്ക് എത്തി. റൂമിൽ നിന്ന് നമ്മൾ ഫ്രഷായി ചായ കുടിയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ കർണാടക ഗാർഡനിൽ സ്റ്റാഫ് മുഴുവൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റാഫ് മുഴുവനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഊട്ടിയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. കർണാടക ഉണ്ട് മുകളിൽ ആള് വരുന്നത്. ഞാൻ പോകും മുകളിൽ പോണം. ഇതിന്റെ മുകളിലുണ്ട് ഇവിടെ മുകളിലാണ്. വലിയ ഒന്നും കൂടെ നോക്കിയാ അതൊരുമാതിരി കളിയാക്കും പോലെ ഇപ്പോഴല്ലേ.
വീഡിയോ പോലെ വീഡിയോ യൂട്യൂബ് കാണാം വണ്ടിയുടെ കൊണ്ടുവച്ചാ അമൃതേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഓടാം. ഞാൻ പറഞ്ഞത് ഊട്ടിയിലാന്നില്ലേ കർണാടകയാണ് ഊട്ടിയിലുള്ള കർണാടക ഗാർഡൻ താങ്ക് യു താങ്ക് യു താങ്ക് യു ബൈ 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 അടുത്ത ടൈം ഞാൻ കട്ട് പറഞ്ഞില്ല എന്റെ അമ്മ തല പോയൊന്ന് ഇവിടെ ഒന്ന് മാറ്റിയാടോ എല്ലാരും ഒന്ന് വേഗം ലൈവൊന്നുമല്ല രാജാ നമ്മളെ ഗ്രൂപ്പിലെല്ലാം വിട്ട ലേഡീസിനെ എടുക്കുമല്ലോ ഇവിടെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഞാൻ കുഴപ്പമൊക്കെ പോട് തമാശകൾ എല്ലാരും നിൽക്കാം അജിതേശ് വിളിക്കും വീഡിയോ ഒന്നേ ഹായ് ദിവസം മാസിലെല്ലാം വിടറാ ഞാൻ മാസിൽ വിളിച്ചിരിക്കുന്നത്
രാജേട്ടാ രാജേട്ടാ എടുക്കടാ അയ്യേ അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാലേ പോരണ്ട പോരണ്ടാലേ അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാലേ പോരണ്ട പോരണ്ടാലേ കൈയുടെ മുക്കള കണ്ണി പാടത്ത് കാത്തിരിക്കണേ അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാലേ പോരണ്ട പോരണ്ടാലേ ദിനേഷേ മനോട്ടോ എല്ലാം എടുക്കണ്ട പൂ മാത്രം അങ്ങനത്തെ തിരിച്ചൊന്നും കണ്ടില്ല ആ ഫോണിന്റെ ക്ലാരിറ്റി കർണാടക ഗാർഡൻ്റെ ഉള്ളിലത്തെ പൂക്കളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഈ ഏരിയയിൽ കംപ്ലീറ്റ് പൂക്കളാണ്. അതുപോലെ ഇങ്ങനെ ഈ ഏരിയയിലും കംപ്ലീറ്റ് പൂക്കളെ സ്ഥലങ്ങളാണ്. ഇങ്ങനെ നിരക്കാണ് പൂക്കളാണ് കേട്ടോ. ഈ ഭാഗം ഏരിയയിൽ കംപ്ലീറ്റ് പൂക്കളാണ്. അത് ഭംഗിയുള്ള നല്ല പൂക്കളാണ് കേട്ടോ. ഇങ്ങോട്ടുള്ള ഒന്നും പറയാനില്ല. അടിപൊളി ഗാർഡൻ, മൊത്തത്തിൽ സൂപ്പറാണ്, അടിപൊളിയാണ്, നല്ല അടിപൊളി ഗാർഡൻ, ഒന്നും പറയാനില്ല. കർണാടക ഗാർഡൻ നല്ല മനോഹരമായിട്ട് പൂവെല്ലാം വിരിഞ്ഞ് നല്ല സന്ദർശകർക്ക് കണ്ണിന് കുളിർമയാക്കിക്കൊണ്ട് എന്താ പറയണ്ടേ, കണ്ടില്ലേ ഫുൾ ഏരിയ, ഈ കംപ്ലീറ്റ് ഏരിയകളിലും ഫുൾ പൂക്കളെ കൊണ്ട് പിന്നെ നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ സന്ദർശകർക്ക് കാണുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കാനും അതുപോലെ വീഡിയോ ചെയ്യാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ഏരിയയിലും കംപ്ലീറ്റ് പൂക്കളാണ്. അതുപോലെ ആ ഏരിയ കംപ്ലീറ്റ്
പൂക്കളാണ്. ആണല്ലേ അതിൻ്റെ ബേക്കിൽ ഈ സൈഡ് ഫുള്ളായിട്ട് അങ്ങനത്തോളം പൂക്കളാണ് കേട്ടോ. സന്ദർശകർക്ക് ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പിരിഞ്ഞ് നിൽക്കുകയാണ്. അതുപോലെ ബേക്കിൽ ആ ഏരിയയിൽ കംപ്ലീറ്റ് നല്ല സ്ഥലങ്ങളാട്ടോ. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാം പറ്റിയ നല്ല സ്ഥലങ്ങളിലാണ് കേട്ടോ. അങ്ങോട്ടെല്ലാം ആ സ്റ്റാഫെല്ലാം ആ ഏരിയയിൽ അങ്ങോട്ടെല്ലാം ഉണ്ട്. വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലെല്ലാം ആയിട്ട് ആ ഏരിയയിലെല്ലാം കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. അവരെല്ലാം വഴിയെ കാണിച്ചു തരാം. കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നു. റെസ്റ്റോറൻറ്റ് ടീമും സിന്ധ്യേച്ചി ഇങ്ങോട്ട് വെക്കട്ടെ. വ്ളോഗാണ് വ്ളോഗ് നമ്മളെ പരസ്യത്തിൽ കൊടുക്കണം. അമൃത അല്ല മേഘേ വീഡിയോ ആണ് ഒന്ന് കഴിഞ്ഞ കാണിച്ചോട്ടെ. ഹായ് കുറച്ച് ടീം മേലെയുണ്ട് കേട്ടോ. അവരെ ഒന്ന് കാണിച്ചു തരാം. ചീനച്ചേന്ന് കാണിച്ചോട്ടെ. ഒരു കൈ കാണിച്ചോട്ടെ. വൈജു ഹായ് ഹായ്. നിങ്ങൾ എവിടെയായിരുന്നു? ആദിത്യന്റെ യൂട്യൂബർ ഒരു കൈ കാണിച്ചോട്ടെ എല്ലാരും കൂടി. എടാ ഒരു ഫോട്ടോ ചേച്ചി ഒരു കൈ കാണിച്ചോട്ടെ. ഒരു കൈ കാണിച്ചോട്ടെ. ഒരു കൈ കാണിച്ചോട്ടെ. കാണിക്കണേ. ഓക്കെ ഇത്രയും ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ഗാർഡനിൽ നിന്ന് പോവുകയാണ് കേട്ടോ. മടങ്ങിപ്പോക്കാന്ന് വീഡിയോസും ഫോട്ടോസും റീൽസും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോക്കാം കേട്ടോ. കേക്കിൽ ആ സ്റ്റാഫെല്ലാം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യമെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യമെല്ലാം ഇഷ്ടംപോലെ ഇതാ ഈ രണ്ട് സൈഡിലായിട്ട് കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലമെല്ലാം ഉണ്ട് കേട്ടോ. അപ്പുറത്തെല്ലാം ബിൽഡിങ്ങും കാര്യങ്ങളാണ്. നമ്മളങ്ങനെ വണ്ടി വെച്ചെടുക്കാൻ പോക്കാം കേട്ടോ. ബസ് അപ്പുറം വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തേക്ക് പോക്കാം നമ്മൾ. കേക്കിൽ എല്ലാവരും വരുന്നുണ്ട്. ഇവിടെയും ഉണ്ട് കേട്ടോ. പാർക്കിംഗ് ഏരിയ സ്ഥലം ഇവിടെയെല്ലാം ഉണ്ട്. ഇപ്പുറം ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇതെല്ലാം പാർക്കിംഗ് ഏരിയ സൗകര്യം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. സ്ഫടികം ബസ്സാണ് നമ്മളത്. കാണുന്ന സ്ഫടികം ഇതാണ് നമ്മുടെ ബസ്. പോട്ടെ. അല്ലാതെ നമുക്കൊന്നുമില്ലേ? നമ്മൾ കുറച്ചാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നാ കഴിക്കുന്ന മാങ്ങ നല്ല പറങ്കിപ്പൊടിയിലിട്ട് ആക്കിയ നല്ല മാങ്ങ. ഏതെടുത്താലും പോട്ടെ.
നമുക്ക് പെഡൽ ബോട്ട് കയറിയാലോ? കമ്പനി ഫ്രീ അല്ലേ? നമ്മൾ എല്ലാം കൂടി ലൈക്കിലെത്തിക്കും കേട്ടോ. നമ്മൾ അങ്ങനെ എല്ലാം കൂടി ലൈക്കിലെത്തിയിട്ടുണ്ട്. ആ ബെസ്റ്റ് ഫ്രണ്ട് രൂപേഷ് ഉണ്ട്, പിന്നെ ശ്രീതാട്ടനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. പുറകെ വരുന്നുണ്ട്, സ്റ്റാഫ് മുഴുവൻ പുറകെ വരുന്നുണ്ട്. കമ്പനി ഫ്രീ അല്ലേ? ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഓണ തന്നെയാണ്. ഇതെടുക്കണ്ടാ ഓർമ്മയാണ്. തിയേറ്റർ പോലത്തെ സാധനമാണല്ലോ. ആദിത്യ നമ്മളൊരു ഫോട്ടോ എടുത്തോട്ടെ. ബോട്ട് കയറി പോയതേ, ബോട്ട് കയറിയിട്ട് പോന്നെ. ഈ ബോട്ടിൽ കയറുന്നതിന് പൈസ കൊടുക്കേണ്ടി വരുമോ? കയറാൻ പൈസ ബോട്ടിങ്ങിനിടയ്ക്കവിടെ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ച് ആൾക്കാരെ ഇവിടെ ഇല്ലു. ബോട്ടിങ്ങിന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടീമെല്ലാം ഇവിടെ വന്ന് കുത്തിരിക്കുന്നുണ്ട്. അഞ്ചാത്ത പുറത്തിറങ്ങി. ബോട്ടിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർ ഉണ്ട്, അത്യാവശ്യം ഉണ്ട് കേട്ടോ. അതിന് പുഴയിൽ അങ്ങ് ദൂരോട്ടായിട്ട് അങ്ങത്തോളം ഉണ്ട്. നമ്മുടെ ടീമെല്ലാം വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഹായ്. നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടില്ല കേട്ടോ. ഊട്ടി തന്നെ ഇല്ലേ റെസ്റ്റോറൻറ്റ് വെച്ചാൽ കിൽക്കം സിനിമയിൽ ഇന്നസെൻ്റ്, പിന്നെ അതുപോലെ തിലകൻ എന്നിവർ അഭിനയിച്ച ഒരു റെസ്റ്റോറൻറ്റ് ആ സിനിമയിൽ കണ്ടു കാണും.
അപ്പോൾ അതേ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. റെസ്റ്റോറൻറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ കാണുന്ന റെസ്റ്റോറൻറ്റ്. കിലുക്കം സിനിമയിൽ കിട്ടുണിയേട്ടനായിട്ട് ഇന്നസെൻറ്റും തിലകനും അഭിനയിച്ച അതേ റെസ്റ്റോറൻറ്റ്. റീൽസിൽ നമ്മൾ നോക്കിയതാ വട്ടോളി ഇതാ ചക്കര. ഇത് നല്ല സിസ്റ്റം. ഇതാണ് നമ്മൾ കിട്ടുണിയേട്ടൻ്റെ ഇന്നസെൻറ്റിൻ്റെ അതേ റെസ്റ്റോറൻറ്റ്. കാട്ടല്ലേ ഞാൻ കയ്യെഴുത്തുന്നില്ലല്ലോ. ഫാക്ടറി യൂട്യൂബർ. ഓഹോ അമ്മ നമ്മളെ കൊണ്ട് ആർക്കാ അങ്ങോട്ട് പടിയില്ലേ? ഓടാറുന്നില്ല. ഫാക്ടറിയിലേക്കാണ് പോയി നടന്നോ
അതെ അതിലെ കൂടെ വഴി അപ്പൊ ഉരുന്ന് ഇടാൻ പണിയാക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കയറ്റൂല, ഉള്ളിൽ പ്ലാസ്റ്റിക് കയറ്റൂല. ഇത് വേണം നമ്മളെ ചോദിക്കണം, നമ്മളെ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ ആയിക്കോ. തേയിലച്ചപ്പ്, തേയില ഫാക്ടറിൻ്റെ ഉള്ളിലാണുള്ളത്. തേയിലച്ചപ്പ്
നമുക്ക് അന്നേരം എന്താ പറഞ്ഞത് തേയില ഫാക്ടറിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത്. തേയില ഫാക്ടറിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഫാക്ടറി. നേരത്തെ കണ്ട് തേയില ഫാക്ടറിയാണ്, ഇത് ഇപ്പം ചോക്ലേറ്റിൻ്റെ ഫാക്ടറി. ചോക്ലേറ്റ് ഒക്കെ ചോക്ലേറ്റ് ടേസ്റ്റ് ഒക്കെ ആ വാ. എടുത്തോ. ചോക്ലേറ്റ് ഉണ്ടോ ഇവിടെ? ഒരു വാരമല്ല, ഒരു തിങ്ക ഒരു മന്തായി. മെയ് 15 തുടങ്ങിയതാണ്. അതാ എടുത്തില്ല, കിട്ടിയ
അല്ല ഇവരാരും തികഞ്ഞ പുള്ളിയല്ല എന്തായാലും. ഹായ് ആദിത്യ, ഹായ്. ഗുഡ്. ആദിത്യൻ അടിപൊളിയാണ്. ആദിത്യൻ്റെ റീൽസൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. ആദിത്യൻ്റെ റീൽസൊക്കെ അടിപൊളിയാണ്. ചെടി വീട്ടില് ചെടി അധികമുണ്ട്. അത്യാവശ്യത്തിന് വീട്ടില് അത്യാവശ്യത്തിന് ചെടിയുണ്ട്. ചെടി ഉണ്ടാവില്ല. ക്യാമറ വെച്ച് 100 രൂപ കൊണ്ടുവരാം. ദിവട്ടാ ഒരു ക്ലിക്ക് ചെയ്താ കൊടു ചെടി നിങ്ങളിങ്ങനെ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ കണ്ടത് എടുത്തോട്ടാണെന്ന് കണ്ടത്. എല്ലാം കിട്ടുന്നുണ്ടാ? അതും എടുക്കറാ. സൂം ഔട്ട് ചെയ്യും. സൂം ഔട്ട് ചെയ്തിട്ട് എടുക്കറാ. ഈ പൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാം. അതുകൊണ്ടൊന്നും പറയും. നിങ്ങളെ സ്തംഭിച്ചു പോയ മക്കളെ.
ഷൂട്ടിംഗ് പോയിന്റ്, ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഇത് ഔട്ടാണ്, ഇത് പുറത്തേക്ക് വഴിയാണ്, പുറത്തേക്ക്. ഇത് ഔട്ട്, ഇത് ഇതിൽ കൂടെ ഉണ്ട്. ഇന്നതല്ലേ അല്ല ടിക്കറ്റ് എടുത്തോന്ന് പിന്നെ ഇത് അതെ കാണുന്നില്ല. സെൽഫി എടുത്തോട്ടെ നമ്മളെ. ഇതില്ലേ താളവട്ടത്തിലൊരു പാട്ടുണ്ട് അതിൽ അതികാത്രത്തിന്റെ ഷൂട്ടിംഗ് പമ്പുണ്ട്. എടാ ഭക്ഷണം കിടന്നല്ലേ ഇഷ്ടംപോലെ കൊണ്ടുവരും. സെക്യൂരിറ്റി ഇത് എടുക്കാൻ വേണ്ടി വീഡിയോ വീഡിയോ വീഡിയോ. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അട്ടപ്പൂല നശിച്ചു. അല്ല ആർക്കല്ല ഏരിയല്ല. കൊടവായിന്റെ അതാരോട് പോയി